റസൂലുള്ളാഹി വഫാത്തായതിന്റെ പിറകെ ബാങ്ക് വിളി നിർത്തിയ ആളാണ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു. ആ റൗളാ ഷരീഫിന്റെ മുമ്പിലാണിത്, അതിന്റെ മുമ്പിലാണ് ഈ സംഭവം. അവിടെയാണ് ബിലാൽ നിൽക്കുന്നത്, അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിന്നുകൊണ്ട് ഒരു ബാങ്കിന്റെ വിളിക്ക് വേണ്ടി ബിലാലിനോട് യാചിക്കുന്നത്. ഒരു വട്ടം രാജ്യം ഭരിക്കുന്ന ഖലീഫ നീഗ്രോയായ ബിലാലിന്റെ മുമ്പിൽ യാചിക്കുകയാണ്. അതുകൊണ്ട് ബിലാലെ ഒരു ബാങ്ക്. ഉമർ ഇബ്നുൽ ഖത്താബാണ് യാചിക്കുന്നത്, ഒരു ബാങ്ക്. ബിലാൽ റളിയല്ലാഹു അൻഹു മനമില്ല മനസ്സോടെ മെല്ലെ ബാങ്ക് വിളിക്ക് ഒരുങ്ങാൻ തുടങ്ങിയ അമീറുൽ മുഅ്മിനീന്റെ വിളിയാളമാണ്, ക്ഷണമാണ്. ബാങ്ക് മുഴക്കാതിരിക്കാൻ സാധിക്കില്ല. ഓർമ്മകൾ അലയടിക്കാൻ തുടങ്ങി, ഫത്ഹ് മക്ക ഓർമ്മ വരാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന മസ്ജിദിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് അങ്ങ് മുഴക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീനയിലെ എന്തെന്നില്ലാത്ത പുതിയ ഒരു പ്രതിധ്വനി. മദീനയുടെ തെരുവുകൾ കുലുങ്ങുകയാണ്, മദീനയുടെ മന്ദരികൾക്ക് രോമാഞ്ചം വരികയാണ്. റസൂലുള്ളാഹി ജീവിച്ചിരുന്ന ഘട്ടം ഓർമ്മയിൽ കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനിയാണ് അടുത്ത വാചകം മുഴക്കേണ്ടത്. ബിലാലിന്റെ നെഞ്ച് കാളാൻ തുടങ്ങി. ഇനി ചൊല്ലേണ്ടത് മുഹമ്മദ് അള്ളാന്റെ റസൂലാണെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടറുന്ന തൊണ്ടയോടെ, വിഷമിക്കുന്ന നാവോടെ, പ്രയാസപ്പെടുന്ന ആത്മാവോടെ, അലയിട്ടടിക്കുന്ന സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ ബിലാലങ്ങ് വിതുമ്പിക്കൊണ്ട് മുഴക്കി, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ? മദീനയുടെ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങളും കുട്ടികളും ആണുങ്ങളും മുതിർന്നവരും ഇളയവരും പുറത്തേക്കിറങ്ങി ഓടിയിട്ട് വിളിച്ചു പറയുകയാണ്, അള്ളാന്റെ റസൂല് ജീവിച്ചിരിപ്പുണ്ടേ, അള്ളാന്റെ റസൂല് ജീവനോടെ ഉണ്ടേ. റൗളയിൽ മറഞ്ഞു കിടക്കുന്നത് അറിയാത്തവരെല്ലാവര് ഈ ബാങ്കിന്റെ ഒരു മണിമുഴക്കം കേട്ടപ്പോഴേക്ക് ബിലാലിന്റെ മനോഹരമായ സ്വരം ഒരുപാട് കാലത്തിന് ശേഷം രണ്ടാമതൊന്നുകൂടി മുഴങ്ങിയപ്പോഴേക്ക് റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടെന്നവർ വിചാരിച്ചു പോയി. അവരോടി വന്നിട്ട് റോട്ടിൽ അങ്ങ് ഇറങ്ങിയിട്ട് മസ്ജിദിലേക്ക് ഓടിയണയാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് ജീവിച്ചിരിപ്പുണ്ടേ, അള്ളാന്റെ റസൂല് ജീവിച്ചിരിപ്പുണ്ടേ. ബിലാലിന്റെ ബാങ്കുല് മുഴങ്ങിയിരിക്കുകയാണ്.